നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഗുഡ്സ് ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് വിവിധ സ്കൂളുകളിൽ സ്വീകരണം നൽകി. കണ്ടശങ്കടവ് സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ചടങ്ങുകൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഗുഡ്സ് ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 9:30 കാളമുറി തെക്ക് ഭാഗത്ത് ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. 3 പീടിക ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോയിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ എറണാകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർ ചളിങ്ങാട് സ്വദേശി ജമാലിനെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന്റെ നാട്ടിക നിയോജക മണ്ഡലത്തിലെ സ്വീകരണം വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അതിന് അവസരമുണ്ടാക്കി തന്ന നമ്മുടെ കേരള സർക്കാരിനോടും അതുപോലെ സംഘാടക സമിതിയോടും അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ 2 വാക്കുകൾ കൂടെ പറയാനുള്ളത്. എന്നിരുന്നാലും നമ്മുടെ അധ്യക്ഷ പറയേണ്ടായി, നമ്മുടെ സ്കൂളിൽ നിന്ന് 5 പരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അടുത്ത ദിവസം തന്നെ നമുക്ക് A ഗ്രേഡ് ലഭിച്ചുകൊണ്ട് വലിയ മാർക്കോടുകൂടി വിജയിച്ചു വരും എന്നാണ് വളരെ പ്രതീക്ഷ. അപ്പം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് കേരള സർക്കാർ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഇത് പരിപാടി നടത്താൻ ഏൽപ്പിച്ചപ്പോൾ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വലിയ പോരാട്ടങ്ങൾ നടത്തി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് തൃശ്ശൂർ ജില്ല. അകമിഴിഞ്ഞ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മുടെ പ്രദേശത്തേക്ക് ഈ സ്വർണ്ണക്കപ്പ് എത്ര 117 ഗ്രാം 17 ഗ്രാം സ്വർണം. ഇപ്പൊ സ്വർണ്ണത്തെ കുറിച്ച് വലിയ ചർച്ചയില്ല. ശബരിമലയുടെ സ്വർണം, ഇപ്പൊ ഇവിടെ കപ്പുമായിട്ടുള്ള സ്വർണം വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. ചർച്ച ചെയ്യട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ പ്രദേശത്ത് കൂടെ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണ കപ്പിന് നമുക്ക് സ്വീകരണം നൽകുവാനും എല്ലാവർക്കും അഭിമാനം കൊള്ളുവാനുള്ള സൗകര്യം ഉണ്ടായി എന്നുള്ളത് മനസ്സുകൊണ്ട് വളരെ സന്തോഷമാണ്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ സാവിത്രി PS, ഹെഡ് മിസ്ട്രസ് ഷീജ TG, തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത PI, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, AEO അമ്പിളി KV, തളിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നൌഷാദ് CM, സ്കൂൾ PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട്, SMC ചെയർപേഴ്സൺ സരിത രാജു, MPTA പ്രസിഡന്റ് ഇന്ദു രാജേഷ്, VHSE പ്രിൻസിപ്പൽ സിനി PS എന്നിവർ സംസാരിച്ചു. കോതകുളം സെന്ററിൽ വാദ്യഘോഷങ്ങളോടെ അധ്യാപകരുടെയും കുട്ടികളുടെയും വിവിധ സ്കൂളുകളിലെ സംഘടനകളുടെയും ബാൻഡ് സെറ്റ് യൂണിറ്റുകളുടെയും അകമ്പടിയോടെ സ്വർണ്ണക്കപ്പിനെ വരവേറ്റു. കണ്ടശങ്കടവ് സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ നിർവഹിച്ചു. നമ്മുടെ ഇടവക തിരുനാളിന് മുന്നോടിയായി
ദീപാലങ്കാരങ്ങൾക്ക് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ തിരുനാളിനെ ഓടിപ്പിടിപ്പിക്കുന്നതിന് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ദീപാലങ്കാരങ്ങളെ ആശീർവദിക്കണമേ. തിരുനാൾ വരെ എല്ലാ ദിവസവും വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയുണ്ടാകും. തിരുനാൾ ദിവസമായ ചൊവ്വാഴ്ച നടത്തുന്ന വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ഇടവകാംഗം ഫാദർ ജോസ് തത്രത്തിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നടത്തുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനാകും. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത്ത് ചിറ്റിലപ്പള്ളി സഹകാർമ്മികനാകും. അതിരൂപത DBCLC അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശവും നൽകും. വൈകിട്ട് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരിക്കും. ഫാദർ ജിക്സൺ മാളോക്കാരൻ കാർമ്മികനാകും. ജനുവരി 14 ബുധനാഴ്ച രാവിലെ നടത്തുന്ന ഇടവകയിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന നടത്തും. ഫാദർ പോൾ മാളിയമ്മാവ കാർമ്മികനാവും. വൈകിട്ട് 7 മണിക്ക് വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്ന നാടകം നടക്കും. ചടങ്ങുകൾക്ക് ട്രസ്റ്റിമാരായ ജെയ്സൺ പോൾ, ജിൻഡോ ചാലിശ്ശേരി, VK വിൻസെന്റ്, ജനറൽ കൺവീനർ CJ ജോൺ, PRO ബൈജു ജോർജ് എന്നിവർ നേതൃത്വം നൽകും. കാഞ്ഞാണി സെയിന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് നടത്തിയ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡെബിൻ ഒലക്കേങ്കിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പ്രവീൺ പുത്തൻചിറക്കാരൻ സഹകാർമ്മികനായി. ഫാദർ ടൈസൺ മണ്ടുംബാൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ജനുവരി 12 രാവിലെ മരിച്ചവരെ അനുസ്മരിച്ച് വിശുദ്ധ കുർബാന നടന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ, ജനറൽ കൺവീനർ ജോസഫ് മാങ്ങൻ, കൈക്കാരന്മാരായ ജോസി ബി ചാക്കോ, നിക്സൺ ഫ്രാൻസിസ്, ഡെനിസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതാബ്ദി വാർഷികാഘോഷത്തിന്റെ ലോഗോ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് പ്രകാശനം ചെയ്തു.
ഒരു മാർച്ച് മാസത്തിൽ SLC പരീക്ഷ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പലപ്പോഴും ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണ് പതുക്കെ ഇടത്തോട്ട് തിരിയും. അത് ഈ വിദ്യാലയത്തിലേക്കുള്ള ഓർമ്മകളാണ്. നമ്മളിൽ ഏത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിലും പഠനകാലത്തിന് ശേഷം ഈ റോഡിലൂടെ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഈ വിദ്യാലയം ഓർമ്മകളിലേക്ക് മടങ്ങി വരും. അങ്ങനെ നൂറുകണക്കിന് വരുന്ന വർഷങ്ങളിൽ നിരവധിയായ മനുഷ്യർക്ക് അറിവിൻ്റെയും മികവിൻ്റെയും ലോകം സമ്മാനിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷ സന്ദർഭത്തിൽ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായിട്ടുള്ള പരിപാടികൾ താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷനും PTA-യും സ്കൂളിലെ അധ്യാപകരും ഒക്കെ ചേർന്ന് രൂപീകരിച്ച സംഘാടക സമിതി മികച്ച രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പ്രിൻസിപ്പൽ സീന ജോസഫ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ പുലിക്കോട്ടിൽ, പഞ്ചായത്ത് അംഗം ഷാനിബ നൌഷിൽ, ശതാബ്ദി കമ്മിറ്റി കൺവീനർ താന്യം ജോർജ്, ലോഗോ രൂപകൽപ്പന ചെയ്ത OSA പ്രസിഡന്റ് PR പ്രകാശൻ, സ്റ്റാഫ് സെക്രട്ടറി AP ജെയ്സൺ, പ്രധാനാധ്യാപിക മിനി എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ച് കണ്ടശങ്കടവ് അമ്പു സമൂഹം നടത്തുന്ന 54-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. കണ്ടശങ്കടവിൽ പ്രത്യേകം സജ്ജമാക്കിയ ദീപാലങ്കാര തിരുനാൾ പന്തൽ ഫൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജോയ്മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. അർഹരായ 40ഓളം പേർക്ക് ചികിത്സാ സഹായമായ കാരുണ്യ സഹായധനം ചടങ്ങിൽ കൈമാറി. അമ്പു സമൂഹം കൺവീനർ വർഗീസ് P. ചാക്കോ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോജു തേക്കാനത്ത്, KV വിനോദൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, VV ജോയ് എന്നിവർ സംസാരിച്ചു. ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. എല്ലാ പള്ളികളിലും ഇതുപോലെ അമ്പു സമൂഹവുമായി ബന്ധപ്പെട്ട് ഓരോരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതികളിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കാനായിട്ട് പോകുന്നത്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഈ ഇത്തരത്തിലുള്ള പെരുന്നാളുകൾ ഇതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളത്, ഈ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കരുതുന്നത്. ഇടവേള. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയും ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കേരള കലാസാംസ്കാരിക വേദിയുടെ വാർഷികം തൃപ്രയാറിൽ ആഘോഷിച്ചു. തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളോടെ പ്രസ്ഥാനത്തിന്റെ 6ാമത് വാർഷികത്തിന് തിരിതെളിയിച്ചു. സിനിമാ നിർമ്മാതാവ് KP മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രധാനപ്പെട്ട ചടങ്ങിൽ എനിക്ക് ഈ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ട് ശ്രീ യശൂർ സാറിൻ്റെ സമീപനമാണ്. തൃശ്ശൂർ പേരൂരിൻ്റെ തീരപ്രദേശം മറ്റെങ്ങുമില്ലാത്ത പ്രതിഭകളെ സൃഷ്ടിച്ച, പ്രതിഭാധനരെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ സാമ്പത്തിക അന്വേഷണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണപരമായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു തീരപ്രദേശമാണ്. ഞാനൊക്കെ ഇവിടെ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന കഴിമ്പ്രം തിയേറ്റേഴ്സ്, അതുപോലെ ഇവിടുത്തെ നേരത്തെ കണ്ട വീരനാട്യവുമൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. എൻ്റെ നാട്ടിൽ കഴിഞ്ഞ 2025 ഡിസംബർ മാസം 7-ാം തീയതിയാണ് വീരനാട്യം എന്ന് പറയുന്ന കല ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പ്രസ്ഥാനത്തിന്റെ ചെയർമാനും ചലച്ചിത്ര നടനുമായ ലിഷോയ് അധ്യക്ഷനായിരുന്നു. നടനും ചാക്യാർകൂത്ത് കലാകാരനുമായ നന്ദകിഷോർ മുഖ്യാതിഥിയായി. എല്ലാ വർഷവും പ്രസ്ഥാനം നൽകി വരുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം തൃപ്രയാർ ടെമ്പിൾ സിറ്റി ലയൺസ് ക്ലബിന്റെ ചാർട്ട് പ്രസിഡന്റും ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനുമായ RM സക്കറിയയ്ക്ക് നൽകി ആദരിച്ചു. ദേശീയതലത്തിൽ ഉന്നത സ്ഥാനം കൈവരിച്ച ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണിയെ ചടങ്ങിൽ അനുമോദിച്ചു. കലാപ്രതിഭകളെ അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ആദരിച്ചു. തുടർന്ന് നൃത്തങ്ങൾ, വീരനാട്യ മത്സരം, ഗാനമേള, നാടകം എന്നിവയുണ്ടായി. രാജൻ വേളേക്കാട്ട്, സുനിൽ വൈശാഖം, മനോജ് പുളിക്കൻ, സദാനന്ദൻ, അർച്ചന, ഷൈജൻ ശ്രീവത്സം, ഫിറോസ് കാക്കശ്ശേരി, അംബരീഷ് തളിക്കുളം, സജിത സത്യൻ, രീഷ്മ സർക്കാർ, സനു പെരിങ്ങോട്ടുകര എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം പുന്നച്ചോട് പ്രവാസി മെഡിക്കൽ ആൻഡ് ചാരിറ്റി ഫണ്ടിന്റെ 9ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബ സംഗമം നടന്നു. ട്രസ്റ്റ് ചെയർമാൻ റഷീദ് CM കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി PK ബഷീർ അധ്യക്ഷനായി. ഡോക്ടർ ഹിഷാം MS ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ചടങ്ങിൽ മെമ്പർമാർക്കുള്ള പ്രഷർ ചെക്കിംഗ് മോണിറ്റർ വിതരണവും നടന്നു. വൈസ് ചെയർമാൻ PB അബ്ദുള്ള, ട്രസ്റ്റ് ചെയർമാൻമാരായ PM അബ്ദുൽ ഗഫൂർ, യൂസഫ് RA, ഷിഹാബ്, നസീബ് CJ, മുഹമ്മദ് മോൻ PM എന്നിവർ പങ്കെടുത്തു. തളിക്കുളം പഞ്ചായത്തിലെ 4-5 വാർഡുകൾ കേന്ദ്രീകരിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് പുന്നച്ചോട് പ്രവാസി മെഡിക്കൽ ആൻഡ് ചാരിറ്റി ഫണ്ട്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് പ്രദേശവാസികൾക്ക് 11 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകിയിരുന്നു. കഴിഞ്ഞ ഈ 9 വർഷക്കാലയളവിനുള്ളിൽ നമുക്ക് തളിക്കുളം പഞ്ചായത്തിലെ നമ്മുടെ 4-5 വാർഡുകളിലെ ചികിത്സാ സഹായം അറിയിക്കുന്ന ആളുകൾക്ക്, അതായത് മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, അതായത് കിഡ്നി, ഹൃദയാരോഗ്യം അല്ലെങ്കിൽ വയറിന് അസുഖം, ഇങ്ങനെയുള്ള പലവിധ മാരക രോഗങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന 53 പേരെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നു. 53 പേർക്ക്, അതായത് ഏകദേശം നമ്മൾ 11 ലക്ഷത്തിൽ പരം തുക നമ്മൾ ഇതുവരെ സഹായകരമായി നൽകി കഴിഞ്ഞു. നമ്മൾ ഈ ഫണ്ട് രൂപീകരിക്കുമ്പോൾ ഇതിൽ 50 മെമ്പർമാർ ഉണ്ടാവണം, കേൾക്കത്തില്ലല്ലേ, 50 മെമ്പർമാർ ഉണ്ടാവണം എന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു 50-60 മേലെ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു. കഴിമ്പ്രം VPM SNDPHS സ്കൂളിൽ ജീവദ്യുതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ IMA ബ്ലഡ് ബാങ്കും തൃശൂർ ജനറൽ ഹോസ്പിറ്റലും വിദ്യാലയത്തിലെ NSS ഗൈഡ്, NCC തുടങ്ങിയ സംഘടനകളും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VR ജിത്ത അധ്യക്ഷനായി.
എസ് സിന്ധു, ശ്രീകാന്ത് പി ദാസ്, ഗൈഡ് അധ്യാപിക ആശ, രാം നവാസ്, NCC അധ്യാപിക ഐശ്വര്യ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. രാവിലെയാണ് PT പ്രസിഡന്റ് എന്നെ വിളിച്ച് ഇക്കാര്യം ഞാൻ പറഞ്ഞത്. നാഷണൽ സർവീസ് സ്കീമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന നിരവധിയായ സേവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേവനമാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഒരുപാട് സാധ്യതകളാണ് NSSൽ. മറ്റേത് സംവിധാനത്തേക്കാൾ കൂടുതൽ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങളൊരു ക്യാമ്പ് ഈ അടുത്ത് കഴിഞ്ഞു. ആ ക്യാമ്പ് കഴിഞ്ഞ ഉടൻ തന്നെയാണ് നിങ്ങൾ മറ്റൊരു സർവീസ് രംഗത്തേക്ക് നിങ്ങൾ വന്നത്. സിന്ധു ടീച്ചർ പോലെയുള്ള ഒരു പ്രോഗ്രാം ഓഫീസർ, ശ്രീകാന്ത് പോലെയുള്ള ആളുകൾ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്കത് വലിയ സപ്പോർട്ടാണ്. തൃപ്പയാർ സാമൂഹ്യ ക്ഷേമ സമിതിയുടെ പൊതുയോഗം നടന്നു. ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാർ ഗുരുമന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ CK പാറൻകുട്ടി അധ്യക്ഷനായി. യോഗത്തിൽ 80 വയസ്സ് കഴിഞ്ഞ മുതിർന്നവരെ ശിവൻ കണ്ണോളി ആദരിച്ചു. പഠനത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി അഭിനന്ദിച്ചു. KK ധർമ്മപാലൻ മാസ്റ്റർ, കുണ്ടായിൽ കരുണാകരൻ, കുണ്ടായിൽ ശ്രീരാമൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി CK പാറൻകുട്ടി, പ്രസിഡന്റ് MS അശോക് കുമാർ, സെക്രട്ടറി മദനൻ അണ്ടേഴത്ത്, ഗജാൻജി എന്നിവരെ തെരഞ്ഞെടുത്തു. കൂടുമ്പോഴാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇത് രണ്ടാമത്തെ കൊല്ലമാണ്. അപ്പോൾ ഇതിന് തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഇത് കഴിയുന്നവരെ എല്ലാവരും ഉണ്ടായിരിക്കണം. ഇവിടെ അത് മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നുണ്ട്. അതിൽ 2 പേര് വന്നിട്ടുണ്ട്. നമ്മുടെ മേനോത്ത് പറമ്പിൽ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ 10ാം ക്ലാസ്സിലും +2 പാസ്സായിട്ടുള്ള കുട്ടികൾ ഉണ്ട്. എല്ലാവരും BKMU മണലൂർ മണ്ഡലം സമ്മേളനം AATUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി VR മനോജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EV മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം PS ജയൻ, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സീതാ ഗണേഷ്, ജില്ലാ കമ്മിറ്റി അംഗം കസ്തൂർബായ് ദേവൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, ശിവൻ വാഗ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG രജീഷ്, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ജോജൻ എന്നിവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PV ഗിരീഷ്, സെക്രട്ടറി TC മോഹനൻ, വൈസ് പ്രസിഡന്റുമാരായ TA പ്രഭാകരൻ, ബിന്ദു ഗോപി, ബിനോയ് കാക്കശ്ശേരി, ജോയിന്റ് സെക്രട്ടറിമാരായി PK ചന്ദ്രൻ, അംബിക ജോജൻ, ശശി തച്ചാമ്പുള്ളി എന്നിവരെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വിവിധ താളമേളങ്ങളുടെ അകമ്പടിയേകിയ ഘോഷയാത്രയോടെയാണ് സ്വർണ്ണക്കപ്പിന് സ്കൂളിലേക്ക് വരവേറ്റത്. സ്വർണ്ണക്കപ്പം വഹിച്ചുകൊണ്ടുള്ള കലയുടെ താളങ്ങളും സ്വപ്നപ്രകാശവുമായി കേരളത്തിന്റെ സാംസ്കാരിക ആവേശകരമായ സ്വർണ്ണക്കപ്പ് ഗോദാരിക നഗരം ആതിഥ്യമരുളുന്ന ഇതാ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവേശിക്കുന്നു. ജനപ്രതിനിധികളും നമ്മുടെ സ്വീകരണ സമ്മേളനം ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ വിദ്യാർത്ഥികളെയും നമ്മുടെ ഈ സ്വീകരണ സമ്മേളനത്തിലേക്ക്. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA സജിത ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, നാട്ടിക ഫർക്കാർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്കൂൾ പ്രിൻസിപ്പാൾ PK ശ്രീജീഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, ഡെപ്യൂട്ടി HM KS ബിന്ദു, അൺഎയ്ഡഡ് പ്രിൻസിപ്പാൾ VB സജിത്ത്, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ഹൃദ്യമായ സ്വീകരണം. അധ്യാപകരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും രക്ഷിതാക്കളും ചേർന്ന് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി സ്വർണ്ണക്കപ്പിനെ സ്കൂളിലേക്ക് ആനയിച്ചു. സ്വീകരണ സമ്മേളനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PH നിയാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA ബിനേഷ്, പഞ്ചായത്ത് അംഗം ബീന റഹീം, വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ, കൊടുങ്ങല്ലൂർ AEO മൊയ്തീൻകുട്ടി, BPC പ്രശാന്ത്, സ്കൂൾ പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ, പ്രധാന അധ്യാപകൻ ജോജി, PTA പ്രസിഡന്റ് CM ജുഗുനു തുടങ്ങിയവർ സംസാരിച്ചു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗണിലുള്ള അഗതികൾക്ക് പൊതിച്ചോറ് നൽകുന്ന പരിപാടി പാഥേയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ് കുട്ടികളിൽ നിന്ന് പൊതിച്ചോറ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സീന ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ പുലിക്കോട്ടിൽ, വാർഡ് മെമ്പർ ഷാനിബ നൌഷിൽ, PTA പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൽ, NSS വോളണ്ടിയർ ലീഡർ സാദിക സന്തോഷ് എന്നിവർ സംസാരിച്ചു. 200ഓളം പൊതിച്ചോറുകളാണ് സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗണിലെ അഗതികൾക്ക് വിതരണം ചെയ്തത്. തെരുവിൽ അലയുകയും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്ന നൂറുകണക്കിന് വരുന്ന മനുഷ്യർക്ക് തൃശ്ശൂർ നഗരത്തിൽ ഭക്ഷണം ഉറപ്പാക്കുന്ന ഏറ്റവും മനുഷ്യ സ്പർശമുള്ള പ്രവർത്തനം NSSന്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെമ്പാടും നടന്നു വരികയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ കൊണ്ടുവരുന്ന ഭക്ഷണപ്പൊതികൾ ശേഖരിച്ച് അർഹരായ മനുഷ്യരിലേക്ക് അത് എത്തിക്കുക വഴി ഏറ്റവും മഹത്തായ ഒരു കാരുണ്യ പ്രവർത്തനമാണ് NSS സംഘടിപ്പിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന മുൻകൈയെടുത്ത NSSന്റെ പ്രോഗ്രാം ഓഫീസർമാരെ, കോർഡിനേറ്റർമാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിലേക്ക് ആവശ്യമായ ഭക്ഷണപ്പൊതികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവരിക വഴി ഏറ്റവും മഹത്തായ സഹജീവി സ്നേഹത്തിൻ്റെ വലിയ സന്ദേശമാണ് NSSലൂടെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കപ്പെടുന്നത്. പൊടികിടന്ന വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ അന്യസംസ്ഥാന തൊഴിലാളികളായ പ്രതികൾ പിടിയിലായി. ന്യൂഡൽഹി വെസ്റ്റ് തേമൂനഗർ സ്വദേശി യൂനസ്, അസം ദാലിഗാവ് സ്വദേശി ഹബീസുൾ റഹ്മാൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേറ്റുവയിലുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് മുൻവശത്തെ വാതിൽ പൊളിച്ച് അകത്ത് കയറി ചെമ്പ്, പിച്ചള പാത്രങ്ങളും പട്ടുസാരികളും ഉൾപ്പെടെ 5 ലക്ഷത്തോളം വില വരുന്ന സാധനങ്ങളാണ് ഇവർ മോഷ്ടിച്ചത്. പകൽ സമയങ്ങളിൽ ആക്രി പെറുക്കാനെന്ന വ്യാജേന കറങ്ങി നടന്ന് അടഞ്ഞുകിടക്കുന്ന വീടുകൾ കണ്ടുവച്ച് രാത്രിയിൽ മോഷണം നടത്താറാണ് ഇവരുടെ പതിവ്. യൂനസ് ചാവക്കാട്, ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 4 മോഷണ കേസുകളിലെ പ്രതിയാണ്. ഹബീസുൾ റഹ്മാൻ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 മോഷണ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ DYSP ബിജുകുമാർ PC, വടനപ്പള്ളി SHO NB ഷൈജു, SI വിനീത് V നായർ, SI രഘുനാഥ്, CPOമാരായ പ്രണവ്, ജിഷ്ണു, രാജകുമാർ, ശ്രീജിത്ത് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
വാടനപ്പള്ളി ബീച്ച് AKG കോളനി പരിസരത്ത് താമസിക്കുന്ന മേപ്പറമ്പിൽ അയ്യപ്പൻ മകൻ മനോജ് അന്തരിച്ചു. മകൻ മഹേഷ്, അമ്മ സരോജിനി, സഹോദരങ്ങൾ ബീന, കുഞ്ഞിമോൻ, സോമൻ, വാസു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഗുഡ്സ് ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് വിവിധ സ്കൂളുകളിൽ സ്വീകരണം നൽകി. കണ്ടശങ്കടവ് സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ചടങ്ങുകൾക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.